മുരിങ്ങക്കായ നമ്മളിങ്ങനെ മുറിച്ചിട്ട് ഫ്രീസറിൽ നിന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് എടുത്തതാണ്. എത്ര കാലം വേണമെങ്കിലും മുറിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് വെച്ചാൽ അത് ഫ്രീസറിലിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഫ്രീസറിൽ 15 ദിവസം ഇതിനെ വെച്ചിട്ട് ഇതിപ്പോൾ എടുത്തിട്ട് ഞാനിത് പുറത്തിപ്പോൾ ഒരു പ്ലേറ്റിലിട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, അത് ഫ്രഷായിട്ടിരിക്കണ മാതിരി തന്നെ തോന്നും. നമ്മളിപ്പോൾ വാങ്ങിയ മാതിരി തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങക്കായ ഇനി എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണാം. ഞാനിങ്ങനെ മുരിങ്ങക്കായ എല്ലാം അങ്ങനെ നന്നായി കട്ട് ചെയ്തു. ഇതിനെ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ എന്താ ചെയ്യേണ്ടറിയോ, ഒന്ന് വെറുതെ ഒന്ന് വേണമെങ്കിൽ വെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ സിപ്പ് ലോക്ക് വേവിച്ച ശേഷം ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലിട്ട് വയ്ക്കുക, വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കേണ്ടത്. ഞാനിപ്പോൾ എല്ലാ മുരിങ്ങക്കായും മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ചീനച്ചട്ടിയിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു. വെള്ളം തിളച്ചു. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത മുരിങ്ങക്കായ അങ്ങനെ അതിലിടുക. ജസ്റ്റ് വെയിറ്റ് ഫോർ 15 സെക്കൻഡ്സ് ഇതിങ്ങനെ തിളയ്ക്കണം. ഞാൻ എല്ലാം അത് മുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടൊന്ന് താത്ത് വയ്ക്കുകയാണ്. ഇതിങ്ങനെ നന്നായി ഈ തിള വരണം. നമ്മൾ അവിടെ തന്നെ നിന്ന് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തിള വന്നത് നമ്മൾ കാണണം. കണ്ടോ, ഇപ്പോൾ തിളച്ച് വന്നു. ഇനി ഇതിനെ ഓഫ് ചെയ്യുക. ഇതിനെ അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ആറിയ ശേഷം അതിനെ പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് വയ്ക്കും. ഈ സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടാൽ എന്താ ഗുണം വെച്ചാൽ പിന്നെ അത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ വെക്കാം. 1 മാസം 2 മാസം. ഇങ്ങനെയാണ് ഞാൻ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ, ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോൾ വാങ്ങാൻ കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് അവർ അതിനെ ഫ്രീസറിൽ വെക്കും. ഇന്ത്യൻ സ്റ്റോറിൽ ഫ്രീസറിൽ പോയ മുരിങ്ങക്കായ എടുക്കും, ഞാൻ വീട്ടിൽ കൊണ്ടുവരും, അതിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ടെക്നിക്ക് അവരുടെ അടുത്ത് തന്നെ പഠിച്ചതാണ്. അതിനുള്ളിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ് ഇതെങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്താൽ മുരിങ്ങക്കായ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമാതിരി മുരിങ്ങക്കായ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. അതെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഫ്രഷായിട്ടിരിക്കുന്ന കാണാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക. മുരിങ്ങക്കായ നന്നായി കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് ഇങ്ങനെ ഫ്രീസർ ബാഗിൽ 2-3 ഫ്രീസർ ബാഗിലാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇറ്റ്സ് ബൈ ഫ്രം സുധ മേനോൻ.